നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെയർവെൽ പാർട്ടിക്ക് പിന്നാലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തെലങ്കാനയിലെ സൂര്യപേട്ടിലാണ് 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഷ്യൽ വെൽഫെയർ ഗുരുകുല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു വൈഷ്ണവി വി. ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. രാത്രി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്ക് ഫെയർവെൽ പാർട്ടി നടന്നിരുന്നു. അതിനിടെയാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികൾ ലഘുഭക്ഷണം കഴിക്കുന്നതിനിടെ വൈഷ്ണവി മുറിയിലേക്ക് പോയിരുന്നു. ഏറെ നേരമായിട്ടും കാണാതായതോടെ നടത്തിയ പരിശോധനയിലാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ വൈഷ്ണവിയെ കണ്ടെത്തിയത്. വളരെ സന്തോഷത്തോടെയാണ് വൈഷ്ണവി ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുത്തതെന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത്. അമ്മയെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുകയും സ്കൂളിൽ നടന്ന ആഘോഷങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. മകൾക്ക് പനിയാണെന്ന് പറഞ്ഞായിരുന്നു ഹോസ്റ്റൽ അധികൃതർ തങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് വൈഷ്ണവിയുടെ മാതാപിതാക്കൾ പറയുന്നു. മകളുടെ മരണത്തിൽ സംശയമുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സ്കൂൾ അധികൃതർ സ്ഥലം വിട്ടിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തെലങ്കാനയിലെ തന്നെ ഫോഗിറിലെ SC വെൽഫെയർ ഹോസ്റ്റലിൽ 2 ആഴ്ച മുമ്പും 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഹോസ്റ്റൽ അധികൃതരുടെ മാനസിക പീഡനമാണ് മരണത്തിന് പിന്നിലെന്ന സംശയം ശക്തമാണ്. അതിനിടെ ആശുപത്രിയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് ചിത്രീകരിച്ചതിന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. കർണാടകയിലെ ഗദത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ 38 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കോളേജ് അധികൃതർ നടപടി സ്വീകരിച്ചത്. ആശുപത്രി ചട്ടങ്ങൾ ലംഘിച്ചതിന് ഇവരുടെ ഹൗസ്മാൻഷിപ്പ് കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ റീൽസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് മാനേജ്മെന്റ് നടപടി സ്വീകരിക്കുകയായിരുന്നു. 38 വിദ്യാർത്ഥികളാണ് ചട്ടങ്ങൾ ലംഘിച്ച് ആശുപത്രിക്കുള്ളിൽ നിന്ന് വീഡിയോ ചിത്രീകരിച്ചത്. ബിരുദദാന ചടങ്ങിന് മുന്നോടിയായാണ് റീൽസ് ചിത്രീകരിച്ചതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് ഗുരുതരമായ തെറ്റാണ്. രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഇവർ ഇതെല്ലാം ആശുപത്രിക്ക് പുറത്തുവച്ച് ചെയ്യണമെന്നായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും അനുമതി നൽകിയിട്ടില്ല. 10-20 ദിവസത്തിനുള്ളിൽ ഇവരുടെ ഹൗസ്മാൻഷിപ്പ് അവസാനിക്കാനിരിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അത് 10 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. കോളേജ് ഡയറക്ടർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രീ വെഡിംഗ് ഷൂട്ട് നടത്തിയ സർക്കാർ ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ചിത്രദുർഗയിലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന യുവ ഡോക്ടർമാർക്കെതിരെയാണ് ആരോഗ്യമന്ത്രി നടപടി സ്വീകരിച്ചത്. ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ക്യാമറമാൻമാരും ആശുപത്രിയിലെ മറ്റു ജീവനക്കാരും ചിരിക്കുന്നതും ഒടുവിൽ രോഗിയായി അഭിനയിച്ചയാൾ എഴുന്നേറ്റിരിക്കുന്നതുമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതോടെ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവു നിർദ്ദേശം നൽകുകയായിരുന്നു. സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ്, അല്ലാതെ വ്യക്തികളുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല. ഡോക്ടർമാരുടെ അച്ചടക്കമില്ലാത്ത ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാർ ആശുപത്രിയിലെ സംവിധാനങ്ങൾ സാധാരണ ജനങ്ങളുടെ ചികിത്സയ്ക്കുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇക്കാര്യം മനസ്സിലാക്കി ജോലി ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ സംഭവത്തിന് പിന്നാലെയാണ് കർണാടകയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം റീലും വിവാദമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.